ഹായ് കൂട്ടുകാരെ, ഞാൻ രജിത. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമല്ലോ. എനിക്ക് അത്രയ്ക്ക് പരിചയമൊന്നും ഇല്ല. എന്നാലും ഞാൻ ചെയ്തു തുടങ്ങുവാണ്. എനിക്ക് വീഡിയോ എടുത്ത് പരിചയമില്ലല്ലോ. ഞാൻ ഇതിലും നല്ലതായിട്ട് ചെയ്യാം. അടുത്ത വീഡിയോ ഞാൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം ഒരു 38 സൈസിലുള്ള ഒരു ക്രോസ് കട്ട് ബ്ലൗസാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുക. നമ്മൾ അകവശത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 38 സൈസിലുള്ള ബ്ലൗസ് ആകുമ്പോൾ ഏത് സൈസിലുള്ള ബ്ലൗസ് ആണെങ്കിലും അതിനെ 6 കൊണ്ട് കൂട്ടുക. കൂട്ടിയതിന് ശേഷം അതിന് കിട്ടുന്ന 38നെ 6 കൊണ്ട് കൂട്ടുമ്പോൾ 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് 11 ഇഞ്ചാണ്. ആ 11 ഇഞ്ച് വീതിക്ക് തുണി രണ്ടായിട്ട് മടക്കിയിടുക. അപ്പം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ തുണിയൊന്നും വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 11 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ 11 ഇഞ്ചിലേക്ക് തുണി ഇങ്ങനെ ഇടണം. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇടുക. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ലെങ്താണ്. ഈ ബ്ലൗസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13.5 ഓൾറെഡി വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടണം. ഏത് ബ്ലൗസാണെങ്കിലും നമ്മൾ ലെങ്തിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. തയ്യൽ തുമ്പിനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആഡ് ചെയ്ത് 14.5 നമ്മൾ ഇങ്ങനെ 14.5 മാർക്ക് ചെയ്യുക. ഓക്കെ, 14.5 മാർക്ക് ചെയ്യുവാണ്. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഷോൾഡർ വരയ്ക്കണം. ഈ ബ്ലൗസിന് ഒരുപാട് ലെങ്ത് കുറവാണ്. നമ്മൾ നെക്ക് ലെങ്ത് എടുക്കുന്നത് 7.5 എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു 5.5 ഷോൾഡർ എടുക്കാം. 5.5 ഷോൾഡർ എടുത്തിട്ട് 2.5 നെക്ക് വിട്ടെടുക്കണം. 2.5 ബ്ലൗസിന് ഒരുപാട് നമ്മൾ ഒരുപാടൊന്നും ലെങ്ത് വെക്കുന്നില്ല, നെക്ക് ലെങ്ത്. അതുകൊണ്ടാണ് 5.5 എടുത്തത്. 5.5 2.5 നെക്ക് വിട്ടും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നെക്ക് ലെങ്ത് അടയാളപ്പെടുത്തുക. 7.5 താഴേക്ക് അടയാളപ്പെടുത്തണം. ഇപ്പം മുകളിൽ 7.5 മുകളിൽ 2.5 നമ്മൾ നെക്ക് വിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 2.5 തന്നെ താഴേക്കും അടയാളപ്പെടുത്താം. ഒരുപാട് വൈഡ് കുറച്ചുകൂടി വൈഡ് വേണ്ടവർക്ക് 2.25 താഴത്ത് അടയാളപ്പെടുത്താം. 3 വരെയൊക്കെ നമുക്ക് അടയാളപ്പെടുത്താം കേട്ടോ. 2.5 ഇപ്പം അടയാളപ്പെടുത്തി അത് നമ്മളൊരു സ്ക്വയറായിട്ട് മാർക്ക് ചെയ്യുവാണ്. ഇനി കൈക്കുഴി അടയാളപ്പെടുത്താം. കൈക്കുഴി ഞാനൊരു 5.5 അടയാളപ്പെടുത്തുവാണ്. കൈക്കുഴി നമ്മൾ കൈക്കുഴി നമ്മൾ 5.5 അടയാളപ്പെടുത്തി. അപ്പോൾ ആം റൗണ്ട് നമ്മൾ കൈ എടുത്തേക്കുന്നത് 16.5. അപ്പോൾ 16.5 പകുതി 8.25 നമുക്ക് ആം റൗണ്ട് കിട്ടേണ്ടത്. നമ്മൾ 5.5 വരച്ചിട്ട് നമുക്ക് കർവ് വരച്ചിട്ട് നോക്കാം ഇവിടെ കിട്ടുമെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ 38 സൈസിലാണല്ലോ തയ്ക്കുന്നത്. അപ്പം 38ൻ്റെ 4/1. അപ്പം 38ൻ്റെ 4/1 9.5 നമ്മളിവിടെ അടയാളപ്പെടുത്തണം. അപ്പം ആ 9.5 അടയാളപ്പെടുത്തുന്ന അവിടുന്ന് വേണം നമ്മൾ കർവ് വരക്കാൻ. അപ്പം 9.5 അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിലേക്ക് ഒരു 1.25 ഇഞ്ച് ഇടണം. 1.25 ഇഞ്ച് അവിടുന്ന് കർവ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടൊരു 5.5 പകുതി 2.25 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പറയാൻ വിട്ടുപോയി. അപ്പം അവിടുന്ന് ഇങ്ങനെ കർവ് ചെയ്ത് നമ്മൾ
വരയ്ക്കണം. വരച്ചിട്ട് നമ്മൾ അളന്ന് നോക്കണം. 8.25 കിട്ടുന്നുണ്ടോ എന്ന് അളന്ന് നോക്കണം. എട്ടേകാല് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ 8.25 മതി. നമുക്ക് 8.25 ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും വേണം. അപ്പോൾ അത് മതി. അപ്പം നമ്മളത് ഒരു 1/4 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യാം. അപ്പോൾ 5.25 മതി, 5.5 വേണ്ട. അപ്പോൾ 5.25 നമുക്ക് കർവ് ചെയ്ത് വരക്കാം. ഇങ്ങനെയാണ് നമ്മൾ കൈക്കുഴി കണ്ടുപിടിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ചുളിവുകൾ വരും. നമ്മളിപ്പോൾ ഒരുപാട് കൂടുതലൊക്കെ കിടക്കും. അപ്പം 5.25 കർവ് ചെയ്യണം. ഇനി ഒന്ന് അളന്ന് നോക്കാവേ. ഇപ്പം ഈ താഴത്തെ വര വേണ്ട, മുകളിലോട്ട് ഇരിക്കുന്ന വരയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അളന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ 8.25 കഴിഞ്ഞൊരു 1/4 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പം നമുക്ക് തയ്യൽ തുമ്പുമായി. ഇത് കറക്റ്റാണ്. അപ്പം ആ 9.5 അവിടെ നിന്ന് ബാക്കിയുള്ളത് നമ്മുടെ തയ്യൽ തുമ്പ്, അവിടെയാണ് നമുക്ക് ആ അടി വരുന്നത് കേട്ടോ. 9.5 അവിടെ ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തില്ലേ അത്. പിന്നെ ഞാനാണെങ്കിൽ ഷോൾഡർ 1/4 ഇഞ്ച് ഇങ്ങോട്ടല്ല ചരിക്കുന്നത്, മുകളിലോട്ടാണ് ഞാൻ ചരിക്കുന്നത്. അപ്പോൾ കഴുത്തൊന്ന് ഫിറ്റായി കിട്ടും. അതിന് വേണ്ടി 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് വരക്കാം. അതിനുശേഷം നമുക്ക് നെക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് വരക്കാം. അതിനുശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ട് 32 ആണ്. 32 4/1 8 ഇഞ്ച്. 8 ഇഞ്ച് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുക്കണം. ഞാനിതിന് ബാക്കിൽ ടക്ക് ഇടുന്നില്ല. ടക്ക് ഇടുന്നുണ്ടെങ്കിൽ അത് 1 ഇഞ്ച് നമ്മൾ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് ടക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിനുശേഷം ഇങ്ങനെ ചരിച്ച് വരയ്ക്കണം. ഇപ്പോൾ ആ 9.5 നിന്നും ഈ താഴത്തെ ഇപ്പോൾ അടയാളപ്പെടുത്തിയില്ലേ, അതാണ് നമ്മൾ അടിച്ചു വരുന്ന ലൈൻ. അതിനുശേഷം ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നമുക്ക് അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് വരക്കാം. എന്ന് വെച്ചാൽ താഴെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൂങ്ങിക്കിടക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ 1/4 ഇഞ്ച് ചരിച്ചു വിടുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയിടണം. അപ്പോൾ ഈ മൂല കണ്ടോ, ഇങ്ങനെ അവിടെയാണ് നമ്മളിങ്ങനെ വെക്കേണ്ടത്. ഒരു 1/4 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മളിങ്ങനെ ചരിച്ച് വെക്കാനായിട്ട്. കറക്റ്റായിട്ട് വെക്കണം. 1/4 ഇഞ്ച് നമുക്ക് അടിച്ചു മറിക്കാനൊക്കെ ഈ ഫ്രണ്ടിൽ പടി വെക്കാനൊക്കെ ഉള്ളതാണ്. അത് നമ്മളൊരു 1/4 ഇഞ്ച് ഇടണം. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കൊക്കെ അടയാളപ്പെടുത്തണം. ഫ്രണ്ട് നെക്ക് നമുക്ക് വന്നിരിക്കുന്നത് 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ച് നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ വരച്ചിട്ട് 6 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തണം. എന്നിട്ട് അതിങ്ങനെ ബാക്കിയൊക്കെ ട്രേസ് ചെയ്ത് ബാക്കിയൊക്കെ ബാക്ക് പീസിൻ്റെ ഇങ്ങനെ സെയിം ട്രേസ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. കൈക്കുഴിയൊക്കെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ വരച്ചെടുക്കണം. എന്നിട്ട് ഈ അറ്റത്ത് കൈക്കുഴിയുടെ അറ്റം വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടി നമ്മൾ അഡീഷണലായിട്ട് ഇടണം. അത് ഫ്രണ്ട് പീസിൽ ടക്ക് ഇടുന്നുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതവിടെ കിട്ടും. പിന്നെ ഇവിടെ ഞാനൊരു പടി വെക്കുന്നത് സൈഡിൽ 3.5 ഇഞ്ചാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിത് 3.5 ഇവിടെ വെക്കുന്നതിന് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 3.25 നമ്മൾ അടയാളപ്പെടുത്തണം. അതിനുശേഷം ഒരു ഇഞ്ച് താത്തി അടയാളപ്പെടുത്തണം. അത് നമുക്ക് ഫ്രണ്ടിൽ 4 ടക്ക് ഇടുന്നുണ്ട്.
അവിടെ ഒരു ടക്ക് ഇടുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് താത്തി ഇടുന്നത്. അതിന് ശേഷം ഞാൻ ടക്ക് പിടിക്കുന്നത് 1.5 ഇഞ്ചിൻ്റെ ടക്കാണ്. ആ 1.5 ഇഞ്ച് നമ്മളിവിടെ വരച്ചിടണം. എന്നിട്ട് ആ 1/2 ഇഞ്ചും 1.5 ഇഞ്ചും കൂടെ നേരെ വരയ്ക്കണം. അതിനുശേഷം ഇങ്ങനെ മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ 13 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തണം. ആ 13 ഇഞ്ച് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തതാണ്. എന്നിട്ട് ആ 13 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു വര വരയ്ക്കുക. അതിനുശേഷം അവിടെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 1.5 വീതം അടയാളപ്പെടുത്തണം. അത് നമുക്ക് ടക്ക് പിടിക്കാനുള്ള. എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് അങ്ങോട്ട് വരയ്ക്കുക. പിന്നെ അപ്പുറത്തെ 1.5 നിന്നും അറ്റത്തേക്ക് നമ്മൾ വരച്ചില്ലേ, അവിടേക്കും കൂടി ചേർത്ത് വരക്കണം. ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് വേണം നമുക്ക് വരക്കാനായിട്ട്. അതിനുശേഷം കൈക്കുഴി ഒരു 1/4 ഇഞ്ച് പിന്നെ കുഴിച്ച് വരക്കണം. ആ തയ്യൽ തുമ്പിൻ്റെ അവിടെയൊന്നും വരക്കരുത്, ഇങ്ങോട്ട് നീക്കി വേണം ഒരു 1/4 ഇഞ്ച് നമ്മളിങ്ങനെ വരക്കാം. മുകളിലോട്ട് വേണ്ട, ഞാൻ കാണിക്കുന്നില്ല അതുപോലെ ഒരു 1/4 ഇഞ്ച്. പിന്നെ കഴുത്ത് റൗണ്ട് ചെയ്ത് വരക്കണം. വൈഡ് ആക്കണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇച്ചിരി വരക്കാം. ഇനി നമുക്ക് വെട്ടിയെടുക്കാം. ഫ്രണ്ട് പീസ് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവ്സ് വെട്ടാം. സ്ലീവ്സ് 1 ഇഞ്ച് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ്സിൻ്റെ ലെങ്ത് വേണ്ടത് അത് നമ്മൾ അടയാളപ്പെടുത്തുക. ഇവിടെ 9.1 ഉണ്ട്, അത് അടയാളപ്പെടുത്തുക. പിന്നെ അതിനുശേഷം ഇനി ഇപ്പുറത്തെ വശത്തും 9.25 വെച്ചിട്ട് 3 ഇഞ്ച് താത്തി അടയാളപ്പെടുത്തുക. ഇനി ഒരു 1.25 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചിട്ട് അതുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ സ്ലീവ്സിൻ്റെ ഇങ്ങനെ നേരെ 1.25 വേണം നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട്. പിന്നെ നോക്കണം, 8 അല്ലായിരുന്നോ ഉണ്ടായിരുന്നത്, 8.25. അത് 8.25 കിട്ടുന്നുണ്ടോ നോക്കണം. 8.25 കഴിഞ്ഞ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടുന്നുണ്ടോ നോക്കണം. ഇതിപ്പോൾ കറക്റ്റാണ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ്സിൻ്റെ റൗണ്ട് എത്രയാണോ അത് നമ്മൾ അടയാളപ്പെടുത്തണം. അത് 10.5 10.5യുടെ പകുതി 5.25. 5.25 അടയാളപ്പെടുത്തിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി അടയാളപ്പെടുത്തുക. അതിനുശേഷം അവിടെ നിന്ന് മുകളിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ സ്ലീവ്സ് അത്രയേ ഉള്ളൂ, അത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക, സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ എടുത്ത് അകംഭാഗവും ഒരുമിച്ച് വരണം. ആ രീതിയിൽ വെച്ചിട്ട് അവിടെ ഒന്ന് കുഴിച്ച് വെട്ടണം. അതാണ് ഫ്രണ്ട് പീസ് വരുന്നത്. ഒരു 1/4 ഇഞ്ച് കുഴിച്ചാൽ മതി. 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടണം. ആ 1.25ൻ്റെ അവിടം വരെ കുഴിക്കാവുള്ളൂ. പിന്നെ 1.5 തയ്യൽ തുമ്പില്ല, അവിടെയും കുഴിക്കരുത്. അങ്ങനെ 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടുക. എന്നിട്ട് അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം. അത് നമ്മൾ ഫ്രണ്ട് ആണെന്ന് അറിയാൻ വേണ്ടി. ഇനി താഴത്തെ പട്ട വെട്ടിയെടുക്കാം. അതിന് നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നേരത്തെ 38ൻ്റെ 4 കണ്ടില്ലേ, 6 വെച്ച് കൂട്ടിയിട്ട്, അപ്പോൾ ഒരു 11 കിട്ടിയത്. ആ 11 അവിടെ കിട്ടിയപ്പോൾ 1 ഇഞ്ച് കുറച്ച് 10 ഇഞ്ച് നമ്മൾ ലെങ്ത് എടുക്കുക. 10 ഇഞ്ച് എടുക്കുക. അവിടുന്ന് ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ 3.5 പറഞ്ഞിരുന്നത്. 3.5 വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ 3.5 എടുക്കണം. 3.5യിൽ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് 3.25 എടുക്കുക. എന്നിട്ട് ഇപ്പോഴത്തെ സൈഡിൽ ഒരു 3 ഇഞ്ചും എടുത്തിട്ട് നമ്മൾ അത് ഒരു ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു 2 പീസ് അതിൽ കാണും. വീണ്ടും ഒരു 2 പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം. എല്ലാം കൂടെ കാണിച്ചാൽ ഇത് ഒരുപാട് ലെങ്തായി പോവും. പിന്നെ ഉള്ളത് അയ്പ്പടിയും ഒക്സ് പടിക്കും ഉള്ളത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ക്രോസ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം, അതൊക്കെ നെക്കിന് വെക്കാനുള്ളത്.
നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ അല്ലേ, അടുത്തത് ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കാം. എനിക്ക് ഒരുപാട് പരിചയക്കുറവുണ്ട് വീഡിയോ എടുത്ത്. ഇത് ഇച്ചിരി എളുപ്പമാണെന്നാണ് കരുതിയത്, പക്ഷേ ഇച്ചിരി ടഫാണ്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം എന്നെ പ്രോത്സാഹിപ്പിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും നല്ല വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ആർക്ക് വേണേലും കട്ട് ചെയ്ത് ഏത് അളവിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി പുതിയ പുതിയ വീഡിയോസ് എല്ലാ അളവിലുള്ളതും ഞാൻ ഇടുന്നതാണ്. ചുരിദാറിൻ്റെ എല്ലാം ഇടുന്നതാണ്. ഈ തയ്ച്ച് വന്നപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസ് കിട്ടിയേക്കുന്നത്. നല്ല കപ്പൊക്കെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ബ്ലൗസാണ്. എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് തയ്ക്കാൻ തന്നതാണ്. അവർക്ക് കറക്റ്റായിരുന്നു. താങ്ക് യു.